സിഹർ ബാധിച്ചു എന്ന് കണ്ടാൽ ദായിമായി ഒന്നുണ്ടായിരിക്കുക, ഇളകുവാൻ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മളൊരാളെ സമീപിച്ചാൽ എളുപ്പമുണ്ടാ പണിക്ക്. ദായിമുൽ വുളു, ഏത് സമയത്തും ഒന്നുണ്ടാകാം. ഞാനൊരാളെ ഈ സിഹർ ബാധിച്ച ഒരാളെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അത് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു 2 ആഴ്ച ഒന്ന് ചെയ്യ്, എന്നിട്ട് പോയാൽ മതി. അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തെർത്തീബ് ക്ലിയറാക്കി. പിന്നെ പോയി അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആൾ പറഞ്ഞു, 3 തവണയെങ്കിലും ചെയ്ത് തീർക്കേണ്ട അമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ തീർന്നു. നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ എളുപ്പമായി. നിങ്ങളെ കാര്യത്തിൽ നേരെ കെട്ടയച്ചു കൊടുത്താണ്, മറ്റേ പറിച്ചിടാൻ എളുപ്പമുണ്ട്. പൈശാചികമായ ബാധയുടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ, ഒന്ന് സ്വയം മാറാൻ വ്യക്തി തയ്യാറാകലാണ്. അതെങ്ങനെ മാറുക? പിശാചിന് ദേഷ്യമുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതുമായ കാര്യത്തെ പതിവാക്കുക. അതിന് പിശാച് സമ്മതിക്കൂല, അവിടെ സമരം ചെയ്യേണ്ടി വരും. ഒന്ന്, ഉറക്കം വർദ്ധിപ്പിക്കുക പിശാചിന് താല്പര്യവും അള്ളാഹുവിന് വെറുപ്പുമാണ്. രോഗം ബാധിച്ചവർ അമിതമായി ഉറങ്ങും, മസ്ഹൂരിങ്ങൾ പ്രത്യേകിച്ചും. ഉറക്കത്തിനെതിരെ സമരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ സുബഹയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിന്റെ ആൾ പിശാചാണ്. എന്താണ് ഈ ഉറക്കത്തിന്റെ പിന്നിൽ? ബനു ആദമിന് ഫഖർ വരും, ദാരിദ്ര്യം. ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫള വല്ലാഹു വാസിഉൻ അലീം. നമുക്ക് ദാരിദ്ര്യം വരുന്നതിൽ വലിയ തൽപരനാണ് ആര്? പിശാച്. കാരണം ദാരിദ്ര്യം മനുഷ്യനെ കൊണ്ട് തെറ്റിയിപ്പിക്കും, മോഷണം അധികരിക്കും, പിടിച്ചുപറി അധികരിക്കും, കൊള്ള അധികരിക്കും. ഇതൊക്കെ ഇഷ്ടമാണ് ആർക്ക്? പിശാച്. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം പിശാച് ചെയ്യും. ദാരിദ്ര്യത്തെ പുണ്യ റസൂൽ കാവൽ ചോദിച്ചു. മിസ്കീനാകാം, ആരാകരുത്? മിസ്കീനാകാം, ആരാകരുത്? ഫക്കീറാകരുത്. വ്യഭിചാരം പിശാചിന് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അസ്സിന യൂരിസുൽ ഫഖർ, വ്യഭിചാരം വീണ്ടും ദാരിദ്ര്യം ഉണ്ടാക്കും. പലിശക്ക് പൈസ വാങ്ങലും കൊടുക്കലും ശൈത്താൻ ഉണ്ടാക്കാൻ. എന്തുകൊണ്ട്? അരിബ യൂരിസുൽ ജുനൂൻ, മാനസിക രോഗം, ആക്കലിന്റെ കുസൂഫ്, ഗ്രഹണം ബാധിക്കും. പലിശ അധികരിക്കുന്ന ജനതയിൽ വാഫിറായ ബുദ്ധി ഉണ്ടാവില്ല, നൈപുണ്യമുള്ള ബുദ്ധി നഷ്ടപ്പെടും പലിശക്കുള്ള ഭക്ഷണം കഴിച്ചാല്. അപ്പോൾ പലിശയുടെ വലിയ താല്പര്യക്കാരനാണ് ആര്? പിശാച്. ഇതിവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ തടി വലിച്ചെടുക്കാൻ കഴിയൂല. ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് തടി വലിച്ചെടുക്കാൻ കഴിയില്ല. അതായത് തടിയുടെ മുന്നിൽ ഈ മോശപ്പെട്ട കാര്യത്തിന് അഡമന്റായിട്ട് അതിന് നിലകൊള്ളും ആര്? ശൈത്താൻ. അവിടെ നമ്മൾ വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതായത് പിശാചിനെ ഒഴിവാക്കണമെങ്കിൽ ആദ്യങ്ങൾ മൂല്യത്തിക്ക് മുണ്ടല്ല വേണ്ടത്. ആദ്യം വേണ്ടത് ബാത്തിലാക്കണ ആളെടുത്തേക്ക് ഓടല്ല, അത് ലാസ്റ്റ് ചെയ്യേണ്ട പണിയാ. ആദ്യം ചെയ്യേണ്ടത് ഇലാഹിയായ റിദ്വാനിലേക്കും പിശാചിന് വളപ്പുള്ള കാര്യത്തിലേക്കുമായി നിങ്ങളുടെ മനസ്സിനെ അവൻ മാറ്റുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരമായി വരാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ്? ഈ ശൈലിയും ഈ രീതിയും നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളിവിടുന്ന് പായിക്കാൻ ഞാനൊരു കോലം കാണിച്ചാൽ മതി. ഈ രീതിയെ മാറ്റാം. ഇങ്ങോട്ട് ഒരു സുഖമില്ലാത്ത രീതി പ്രസംഗിക്കുക, സുഖമില്ലാത്ത വർത്താനങ്ങൾ ശ്രദ്ധേയമായി പറഞ്ഞാൽ നിങ്ങൾ ഇളകലോ. നമുക്ക് സുഖമില്ലല്ലോ എന്ന് ഒരു ക്ലാസ് പറയും, അടുത്ത ക്ലാസ്സിൽ നേരം വൈകും, പിന്നത്തെ ക്ലാസ്സിൽ വരൂല്ല. മനസ്സിലായവർ? നേരെ മറിച്ച് ഞാൻ ഈ രീതിയെ ഭംഗിപ്പെടുത്തിയാൽ വീണ്ടും നിങ്ങളിവിടെ വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളവിടെ ഇളക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാം. പിശാചിനെ സിഹ്ർ ബാത്തിലാക്കുക അടക്കമുള്ള പിശാച് വന്നുകൂടിയ ശൈത്താൻ ആദ്യമ തന്നെ പോകും. രണ്ട് ശൈത്താനുണ്ട്, വന്നു കൂടിയതുകൊണ്ട്
നമ്മൾ രീതി മാറ്റുന്നതോട് കൂടെ സ്വാഭാവികമായും വന്നുകൂടിയ പിശാചുക്കൾ പോകും. അവര് പോകാൻ എളുപ്പമാണ്. വരുത്തി കൂട്ടിയ പിശാചിനെ ബുദ്ധിമുട്ടുള്ളൂ. അവരും ഇളകും. ഇളകുക എന്ന് പറഞ്ഞാൽ പോകലാ നല്ലതെന്ന് അവർക്കും തോന്നി തുടങ്ങും. ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് ദവാമുൽ വുളൂ. സിഹ്ർ ബാധിച്ചു എന്ന് കണ്ടാൽ ദായിമായി ഉണ്ടായിരിക്കുക. ഇളകുവാൻ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മളൊരാളെ സമീപിച്ചാൽ എളുപ്പമുണ്ടാ പണിക്ക്. ദായിമുൽ വുളൂ, ഏത് സമയത്തും ഉണ്ടാകാം. ദായിമുൽ വുളൂ. അവിടെ തന്നെ വുളൂവിൽ ശ്രദ്ധിക്കേണ്ടത്, വുളൂയിലുള്ള അമിതമായ വസ്വാസുകളെ ഒഴിവാക്കുക. അതായത് 3 വട്ടം കഴിയുക, കഴിഞ്ഞു, നന്നായില്ലേ, നന്നാണ്ട. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, സഹോദരിമാരും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒരു സ്വഭാവം എന്താ, പെണ്ണുങ്ങളിലാണ്, ദുർബലരായ ആളുകളിലാണ്, കുട്ടികൾ, സ്ത്രീകൾ, ഇവർക്ക് പിശാചിന്റെ സ്വാധീനം അധികരിക്കും. കാരണം ഇവർ ദുർബലരാണ്. ദായിമുൽ വുളൂ ഉണ്ടായിരിക്കുക. അതിനുമുള്ള ഈ മുബാലഗത്ത്, അമിതമായ കൂട്ടല്, ഇതൊന്നും വേണ്ട. വുളൂ പോയോ, വുളൂ എടുക്ക. എപ്പോഴും എന്ത് വേണം പറ, എന്ത് വേണം? വുളൂ വേണം, വുളൂ വേണം. ദായിമുൽ വുളൂ, ദായിമുൽ വുളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് കൃത്യമായി കൊണ്ട് നടന്നാൽ പിശാചിന്, നമ്മോടുള്ള പിശാചിന് ഈ വിഷയത്തിലൊക്കെ ഇളക്കം സംഭവിക്കും. മുന്നോട്ട് പോകാൻ കഴിയൂല. പാഠം നമ്പർ 1, പ്രതിവിധി നമ്പർ 1, നമ്മൾ തന്നെ മാറുക. ദായിമുൽ വുളൂ. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയതും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാസബത്തിൽ ശറഅാക്കിയതുമായ അദ്കാറുകളെ കൃത്യമായി കൊണ്ടുവരിക. മുനാസബത്ത് എന്നാൽ പള്ളി കയറുമ്പോൾ, പള്ളി നിറങ്ങുമ്പോൾ, കക്കൂസ് കയറുമ്പോൾ, കക്കൂസ് നിറങ്ങുമ്പോൾ, മനസ്സിലായില്ലേ? മറ്റൊരു മുസ്ലിമെ കാണുമ്പോൾ സലാം ചെല്ലുക. ആ ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിഞ്ഞാല് ഒരു മുനാസബത്തിൽ, അതായത് ഇന്നതിന് ഇന്നത് ചെയ്യുക എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മശ്റൂഅത്തായ അദ്കാറുകൾ. ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കണേന് പിശാചിന് വലിയ അടങ്ങാറൊന്നും ഉണ്ടാവില്ല. പക്ഷെ കക്കൂസ് കാണാൻ കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി എന്ന് പറയാൻ ശൈത്താൻ സമ്മതിക്കൂല. ആ ദിക്റിന്റെ മജ്‌ലിസിൽ 4 മണിക്കൂർ ഇരിക്കുകയും ചെയ്യും. ഈ ദിക്റുകളുടെ മേൽ ക്ഷമിക്കാൻ പിശാചിന് കഴിയില്ല. സന്ദർഭത്തിന് യോജിച്ച് ഒരു ദിക്റിനോ മറ്റോ ഒക്കെ ചെയ്യിച്ചാതിരുത്തും. പക്ഷെ പള്ളി കയറുമ്പോ അല്ലാഹുമ്മ ഫുർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയാനാണ് കഴിയൂല. വാനത്ത് കയറുമ്പോഴുള്ള ദിക്റ് മനസ്സിലായില്ലേ പറഞ്ഞത്? ഭാര്യയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റ്, പുരയിൽ കയറി ചെല്ലുമ്പോൾ സലാം പറച്ചില്, മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ ഓരോ സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട അദ്കാറുകൾ ചെയ്യാൻ പിശാച് സമ്മതിക്കൂല. അവിടെ യുദ്ധം ചെയ്തിട്ടെങ്കിലും, പിശാചിനോട് യുദ്ധം ചെയ്തിട്ടെങ്കിലും ആ അദ്കാറുകളെ കൊണ്ടുവരിക. 2 പ്രതിവിധി പറഞ്ഞു. 1 ദായിമുൽ വുളൂ, 2 ഓരോ സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദിക്റുകളെ കൊണ്ട് നടക്കുക. സമയ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ദിക്റുകളെ കൊണ്ട് നടക്കുക. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, വൃത്തിയും ശുദ്ധിയും കൃത്യമായി പാലിക്കുക. വൃത്തി, ശുദ്ധി എന്നിവ കൃത്യമായി പാലിക്കുക. അത് ളാഹിറൻ വ ബാത്തിനൻ, ളാഹിറൻ വ ബാത്തിനൻ, ഉള്ളിലും പുറത്തും. ഞാനിവിടെ ഉള്ള് പുറം എന്ന് പറഞ്ഞത് കൽബിയല്ല, നമ്മക്കന്നെ ഉള്ളും പുറത്തുണ്ട്. അതായത് വൃത്തികേടുള്ള വസ്ത്രങ്ങളെ ഒഴിവാക്കുക, ശരീരത്തിലെ വൃത്തികേട് ഒഴിവാക്കുക. ഉദാഹരണം, മുഅ്മിനായ മനുഷ്യന് അവന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നിർത്തിയാൽ അത് അവന്റെ അമലിനെ ബാധിക്കുമെന്ന് ഹബീബാനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അന്നളാഫത്തു മിനൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഇത് ആരോട്ട് കാണൂല. അലക്കി കുളിച്ച് നടക്കും, കച്ചം പഠിക്കൂല. ഇത്തരം സ്ഥലങ്ങൾ
ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന്റെ കൃത്യതയിൽ അത് കൊണ്ടു നടക്കണം. അതിന് ശൈത്താൻ സമ്മതിക്കില്ല. സ്വയം നന്നാകാതെ ഒരു സിഹറിനെയോ ഒരു ശൈത്താനെയോ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കൊരു നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ. ആ ശറഅാണ് അടിസ്ഥാനം. മൂല്യരത്ത് പോകലും ബീവിന്റെ അടുത്ത് പോകലും ഒക്കെ രണ്ടാമത്തെ കാര്യല്ലേ? തീർച്ചയായും കാര്യമുണ്ട്. അത് ഇസ്ലാമികമായ ചിട്ടയിൽ അവർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അത് ബാത്തിലാവും ചെയ്യും. അങ്ങനെ ബാത്തിലാക്കാനും കഴിയും. പക്ഷേ നമ്മൾ പൂർണ്ണമായി മാറാൻ തയ്യാറാകണം. എല്ലാം നിലക്കും. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വൃത്തി ഇഷ്ടല്ല ആർക്ക്? ശൈത്താൻ. കാരണം അവന്റെ പാർക്കൽ തന്നെ കക്കൂസില. അതുപോലേക്ക് ചേർത്ത് പറയേണ്ട കാര്യം ആണ് മശ്റൂഅത്തായ രീതികളിലെ സുഗന്ധങ്ങൾ ഉപയോഗിക്കുക. മശ്റൂഅത്തായ രീതികളിലെ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കതിന് ഉദാഹരണം പറയാ. രണ്ട് നിലക്ക് മശ്റൂഅത്തായ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആണിന്റെ സുഗന്ധം പുരട്ടലും പെണ്ണിന്റെ സുഗന്ധം പുരട്ടലും വ്യത്യാസമുണ്ട്. പെണ്ണ് വീട്ടിൽ ഒതുങ്ങുമ്പോഴാണ് സുഗന്ധം പുരട്ടേണ്ടത്. കിടപ്പു സ്ഥാനങ്ങളിൽ പോലും മശ്റൂഅത്തായ കിടത്തമാണോ എന്റെ കിടത്തം എന്ന് ശ്രദ്ധിക്കുക. നഗ്നമായി യാതൊരു കാരണവശാലും നഗ്നത പ്രദർശിപ്പിക്കരുത്. നഗ്നതയെ സ്വപ്നം കണ്ടാൽ പോലും അയാളിൽ സിഹ്റോ ഐനോ എന്തെങ്കിലും ഒന്ന് ബാധിച്ചിട്ടുണ്ടാകും, മന്ത്രിപ്പിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളെ നല്ലതുപോലെ സൂക്ഷിക്കുക. നഗ്നത യാതൊരു കാരണവശാലും പ്രദർശിപ്പിക്കരുത്. പക്ഷെ സിഹ്ർ ബാധിച്ച ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലാണ് നിൽക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവും. അവിടെയൊക്കെ സൂക്ഷിച്ചാൽ ശൈത്താന് പിടുത്തം മെല്ലെ 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 കുറഞ്ഞു 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 വരും. അല്ലാതെ എനിക്കെന്തോ ബാധിച്ചിട്ടുണ്ട് പായി എന്ന് പറഞ്ഞ് പാഞ്ഞിട്ട് ഒരു കാര്യമല്ല. നമ്മളാണ് കുറേ മണ്ടി, ഇതിലൊന്നും ഒരു കാര്യമല്ല. അത് അവിടെയുള്ള ചെയ്ത്താനും കൂടി ഇങ്ങോട്ട് കൂടും. അവിടെ കുറെ ഇളക്കിട്ട കുറച്ച് ചെയ്ത്താണ്ടോ. ഇതിപ്പോ ആരെ തടിക്കാൻ കേറണ്ടെന്ന് വിചാരിച്ച് ചെയ്ത്താൻ ഇങ്ങനെ കല്ലുമ്മൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മളവിടെ ചെല്ല. ഓ നല്ലൊരാളായിട്ട് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇശാ മഗ്‌രിബയുടെ ഇടയിലുള്ള സംസാരങ്ങളെ ഒഴിവാക്കുക. മസ്ഹൂരിങ്ങൾ അത് ഒഴിവാക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്കാർ കൊണ്ടും നിസ്കാരം കൊണ്ടും വ്യാപൃതരാകണം. ഖുർആനോത്ത് അല്ലെങ്കിൽ ദിക്ർ. ഖുർആനോത്ത് ചോദിക്കണ്ട, ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ഖുർആനാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സിഹ്ർ ബാധിച്ചോ അവനെ നേരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തോടത്തേക്ക് ഇറക്കും. ആര്? ശൈത്താന്. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡാണ്. ഇതൊക്കെ ചെയ്യണോട് കൂടെ തന്നെ ഇളക്കം, അവന്റെ ഇസ്കൂർ ഇളകൽ തുടങ്ങി. പിന്നെ വേറെ ആളെ എത്താൻ എളുപ്പമുണ്ട്. ശറഈയായ നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്മിയുള്ള ഒരാള് ഈ വിഷയം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യ്. അത് അയാൾ ചെയ്തു. പിന്നെ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്നാളടുത്ത് പോയി. അപ്പൊ അയാൾ പറഞ്ഞു ഇയാളോട് നിങ്ങളെ പണി എനിക്ക് എന്തോ ഒരു എളുപ്പം, വേഗം കഴിഞ്ഞു. ആര് പറഞ്ഞു? ചികിത്സാരിക്ക് എളുപ്പമായി. എന്തുകൊണ്ട്? ഹക്കായി പറയുന്നേട്ടാ, ഞാനൊരാളെ ഈ സിഹർ ബാധിച്ച ഒരാളെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അത് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു 2 ആഴ്ച ഒന്ന് ചെയ്യ്, എന്നിട്ട് പോയാൽ മതി. അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തെർത്തീബ് ക്ലിയർ ആക്കി. പിന്നെ പോയി. അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആൾ പറഞ്ഞു 3 തവണയെങ്കിലും ചെയ്ത് തീർക്കേണ്ട അമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ തീർന്നു. നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ എളുപ്പമായി. നിങ്ങളെ കാര്യത്തിൽ കെട്ടയച്ച് നേരെ കെട്ടയച്ചു കൊടുത്താണ്. മറ്റേ പറിച്ചിടാൻ എളുപ്പമുണ്ട്. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിതംബിൻ വലം യുർഫ ഇല്ലാ ബിതൗബ. ലം യൻസിൽ ബലാഉൻ, ഒരു ബലാഉ ഇറങ്ങിയിട്ടില്ല, ഇല്ലാ ബിതംബിൻ, കുറ്റം കൊണ്ടല്ലാതെ. എന്താ കുറ്റം? ശറഈനെതിരായി ജീവിക്കുക. വലം യുർഫ, ആ ബലായിനെ ഉയർത്തപ്പെടൂല, ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ. ശറഈനെതിരെ ജീവിച്ചത് കൊണ്ടാവുന്ന ദംബിൽ നിന്ന് തൗബണ്ട, ശറഈലേക്ക് മടങ്ങുക. ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ, ഏത് കുറ്റവും മുസീബത്തും ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? നമ്മളെ ദോഷം കൊണ്ടാണ്. വലം യുർഫ, അതിനെ ഉയർത്തപ്പെടാൻ കഴിയില്ല, ഇല്ലാ ബി തൗബ, തൗബ ഉണ്ടല്ലാതെ. എന്താ തൗബ? ശറഈലേക്ക് മടങ്ങുക. ഇത്തരം കാര്യങ്ങളെല്ലാം
മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാത്തവരിൽ നിന്ന് പിശാച് പൂർണ്ണമായി ഒഴിവായി പോകില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട മക്കളിൽ അല്ലാഹ് നീ ഞങ്ങളെ ചേർക്കണമല്ലോ. പടച്ചോനെ, ഞങ്ങളെ വാപ്പമാരും ഉമ്മമാർക്ക് ഇഷ്ടപ്പെട്ട മക്കൾ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങൾ പെടുത്തണമേ റബ്ബേ. ജീവിതകാലത്ത് ബാപ്പാനെയോ ഉമ്മാനെയോ വേണ്ടത്ര പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ആളുകൾക്ക് സിഹ്ർ പോലത്തെ സാധനങ്ങൾ കയറി വരാൻ എളുപ്പമുണ്ട്. അപ്പോൾ അവർ ബാത്തിലാക്കിയാൽ മാത്രം പോരാ, അവരെ എന്ത് ചെയ്യണം? ബാപ്പാക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തും മറ്റും ഓരുക, ഖുർആൻ ഓരുക, സ്വതക്ക ചെയ്ത് കരയുക. ആർക്ക് വേണ്ടി? അവ പൂർണ്ണമായി മരിച്ചിട്ട് എന്താ ഇനി പരിഹാരമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബാപ്പയെയും ഉമ്മയെയും ജീവിതകാലത്ത് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ പരിഹാരം എന്നതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നത് എന്താണ്? അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, ഇഹ്ദാഉൽ ഖുർആനി വദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി ദുആർക്ക. അപ്പോൾ ബർസഖിയായ അർവാഹിയായ ലോകത്ത് വെച്ച് അവർ നമ്മളെ ഇഷ്ടപ്പെടും. അവർ ഇഷ്ടപ്പെടാതെ പൂർണ്ണമായും നമ്മളെ സിഹ്ർ ബാത്തിലാക്കാൻ കഴിയില്ല. ശരഈയായ നിലക്ക് സിഹ്ർ ബാത്തിലാകണമെങ്കിൽ ആദ്യം എവിടേക്ക് മടങ്ങണം? ഈ വ്യക്തി എന്തിലേക്ക് മടങ്ങണം? ശറഈലേക്ക് പൂർണ്ണമായി മടങ്ങണം. എന്നാ പിന്നെ എളുപ്പമാണ്. എന്നാ പണിയെടുക്കണമെന്ന് എളുപ്പ, വേഗം മതി. അത് ചിലപ്പോ അങ്ങനത്തെ ഒരാളായ എത്തേണ്ട ഒരാളെടുത്തെത്തി അവരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ മറ്റും പായും. കാരണം ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അതിന്റെ പുറത്ത് ഭയങ്കര ഈമാനികമായ പ്രകാശമുള്ള ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ ഒരു നോക്കിയാൽ തന്നെ മണ്ടി തടിയെടുക്കും. അയാളുടെ ഒരു ദായിറ ഉണ്ടാവും. ദായിറാണ് അയാളുടെ ഒരു വളയം ഉണ്ടാവും. ആ വളയത്തിലേക്ക് ഇവനെ കൂടെ ചേർക്കപ്പെട്ടാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ ശൈത്താന് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അങ്ങനത്തെ സ്വാലിഹീങ്ങൾ, നല്ല സ്വാലിഹീങ്ങൾ, വലിയ സ്വാലിഹീങ്ങളായ ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്ക് അവർ നമ്മളെ കൂട്ടി. അതായത് അവർ പറയുമ്പോൾ നമ്മളാണ് ഭയപ്പെട്ടു. നമ്മളെ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും അവരടുത്ത് നമ്മൾ പോയിരിക്കലും പതിവായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആളായി. ഈ ആളെ ഭയങ്കര പേടിയാണ് ആർക്ക്? ശൈത്താന്. എങ്കിൽ പിന്നെ ശൈത്താൻ ആയുസായി മാറും. നിരാശ ബാധിച്ചവനാവും. നമ്മളെ കാര്യത്തിൽ ഓടും. മനസ്സിലായില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ചെരുപ്പ് കണ്ടപ്പോഴത്തിന് ശൈത്താൻ അടങ്ങിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ശറഅനുസരിച്ച് ബാധിക്കണമെങ്കിൽ ശറഇലേക്ക് പൂർണ്ണമായി മടങ്ങണം. അല്ല, അതിനൊന്നും തയ്യാറില്ല. അവളിങ്ങനെ 3/4 ഭാഗം മറക്കാതെയാണ് ഓള് നടക്കണത്. ഓളെ മാപ്പിള കള്ളുടിച്ചോണ്ട് അങ്ങനെയാണ് നടക്കൂല. ഇനി നടത്തി കൊടുക്കാന്ന് ഏറ്റാലും അത് ഒറിജിനാലിറ്റി ആവുകയും ഇല്ല. പലതും പറയും, അയാൾ അത്ഭുതം കാട്ടിയതുകൊണ്ട് നിങ്ങളത് പോവൂല. ഉമ്മാനും ബാപ്പയെ പൊരുത്തപ്പെടിക്കാം. ഉമ്മായും ബാപ്പയും മരണപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ നമ്മുടെ മേലിൽ നിന്ന് ഇത് അഴിഞ്ഞു പോകാൻ വലിയ സബബായിരിക്കും. ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കാമിലാണ് അമ്മോശാക്ക, അമ്മായിമ്മ.